മിക്കവാറും ഏറ്റവും നിസ്സഹായരാവാൻ പോകുന്നത് അവരായിരിക്കും. ഇനി ഒരു 10-20 വർഷം കഴിയുമ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാനത്തിന് ആഘാതം ഏൽക്കാൻ പോകുന്നവരവരാണ്. അപ്പം അവരതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, അവർ റെസീലിയൻ്റ് ആവണം. ഹലോ, സസ്റ്ററ ഫൗണ്ടേഷൻ 2017 കാലാവസ്ഥ വ്യതിയാനവും സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട ഒരു നോൺ പ്രോഫിറ്റ് സംഘടനയാണ്. ഞങ്ങൾ മുഖ്യമായും ചെയ്യുന്നത് 2 പ്രോഗ്രാംസ് ഉണ്ട്. ഒന്ന് ക്ലൈമറ്റ് ലീഡർഷിപ്പ് പ്രോഗ്രാം, മറ്റൊന്ന് ജനറേഷൻ ദാറ്റ് റീതിങ്ക്സ്. ജെൻട്രി പ്രൊജക്റ്റുകളുടെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ലൊക്കേഷനുകളാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്നത് സ്കൂളുകൾ, കോളേജുകൾ, അതുപോലെയുള്ള കമ്മ്യൂണിറ്റി ഇൻവോൾവ് ആയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റുകൾ ചെയ്യുന്നത്. ഫൗണ്ടേഷന്റെ കീഴിൽ ഈ സ്കൂളിന് 20 അലവൃക്ഷ തൈകളാണ് ലഭിച്ചത്. ഇവിടുത്തെ കൊച്ചു കൂട്ടുകാർ ആ ചെടികൾ നടുകയും അതിനെ വേണ്ട രീതിയിൽ പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട്. കൂട്ടുകാർ തന്നെയാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം സമയം കണ്ടെത്തി ഓരോ ക്ലാസ് പ്രത്യേകം അധ്യാപകരുടെ മേൽനോട്ടത്തിൽ വെള്ളം നനയ്ക്കുകയും അതിന് വേണ്ടുന്ന വളവും ഒക്കെ ഇത് പരിപാലിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ ഈ ചെടികൾ വളർന്നു നിൽക്കുന്നു. എൻ്റെ പേര് തോമസ് എന്നാണ്. ഗ്രാസ് റൂട്ടിൻ്റെ ഒരു പ്രവർത്തകനാണ് ഞാൻ. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 26-ാം തീയതി ജെൻട്രി പ്രോജക്റ്റിൻ്റെ കീഴിൽ 200-ഓളം കണ്ടൽ തൈകൾ ഞങ്ങളിവിടെ നടുകയുണ്ടായി. പ്രധാനമായിട്ടും പ്രാന്തങ്കണ്ടലും പേനക്കണ്ടലും. പ്രാന്തങ്കണ്ടൽ എന്ന് പറയുമ്പോൾ റൈസോഫോറ മ്യൂക്രിനേറ്റ, ബ്രുഗേറ ജിംനറൈസ, ഇതാണ് പേനക്കണ്ടൽ. ഈ 2 സ്പീഷീസ് മാത്രമാണ് നമ്മൾ നട്ടേക്കണം. ഒരു 200-ഓളം കണ്ടൽ തൈകൾ വലിയ കുഴപ്പമില്ലാതെ, അതിനകത്ത് ഏതാനും കുറച്ച് തൈകൾ മാത്രമേ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പോൾ വളരെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഒരു വർഷത്തെ അതിൻ്റെ വളർച്ച വളരെ തൃപ്തികരമാണ്. നമ്മുടെ സ്കൂളിൽ കാർബൺ ന്യൂട്രൽ ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 2000-ഓളം മുളം തൈകൾ നടുകയുണ്ടായി. എന്നാൽ അതിൽ ചിലതെല്ലാം നഷ്ടപ്പെടുകയുണ്ടായി. എന്നാൽ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സസ്ഥിര എന്ന് പറയുന്ന ഈ NGO നമുക്ക് വേണ്ടിയിട്ട് മരങ്ങൾ തരിക മാത്രമല്ല, അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മളോട് പറയുകയും അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് അവർ നമ്മളോട് സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ ഞങ്ങളുടെ ഈ ജെൻട്രിയുടെ പൈലറ്റ് ഫേസ് ആയിരുന്നു. അതിൽ ഞങ്ങൾക്ക് പല ചലഞ്ചസും ഒരു ലേണിംഗ് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടി. നമ്മളൊരു 100 എണ്ണത്തിൻ്റെ അടുത്ത് നട്ടിട്ടുണ്ടായിരുന്നു. കോളേജിൽ ചുറ്റുപാടും ഓഡിറ്റോറിയത്തിൻ്റെ ചുറ്റും പിന്നെ വഴിയിലൊക്കെ ആയിട്ടാണ് മൊത്തം നട്ടത്. കുറേ എക്സ്ചേഞ്ചസ് ഉണ്ടായിരുന്നു. പലപ്പോഴും ഈ കണ്ടലുകൾ നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ കൊണ്ടാണ് കൂടുതലും നഷ്ടപ്പെട്ടു പോകുന്നത്. ഈ പറഞ്ഞ വിളിച്ച് ദൂരെയുള്ള സ്ഥലങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ നമ്മുടെ മേൽനോട്ടം ശരിയല്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും മരങ്ങൾ നശിക്കുന്നു. നമ്മുടെ ഒരു പ്രൈവറ്റ് പ്ലോട്ടാണിത്. ഇവിടെ പുറത്തുനിന്ന് ആൾക്കാർ വരാത്തതുകൊണ്ട് ഇത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നട്ട തൈകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ആളുകളിൽ ബിഹേവിയറൽ ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. പ്രകൃതി സംരക്ഷണം, സസ്റ്റൈനബിലിറ്റി എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഹോബിയായി ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള കാര്യമാണെന്നും ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതേസമയം ജെൻട്രിയിലൂടെ സമൂഹത്തിൽ വോളണ്ടിയേഴ്സായിട്ടും ഇല്ലെങ്കിൽ മെൻറ്റേഴ്സായിട്ടും ക്ലൈമറ്റ് റെസിലിയൻസ് ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് ഞങ്ങളുടെ ലോങ് ടേം മിഷൻ. അതോടൊപ്പം കുട്ടികൾക്ക് ഇതൊരു ലേണിംഗ് സ്പേസ് ആവും.